സംസ്ഥാനത്ത് മലയോര മേഖലയിൽ വന്യജീവി ശല്യം അതിരൂക്ഷമാണ്. വയനാട് പടമലയിലും പുൽപ്പള്ളി സുരഭിക്കവലയിലും കടുവാഭീതി. പടമല പള്ളിക്ക് സമീപമാണ് കടുവയെ കണ്ടത്. ദിവസങ്ങൾക്ക് മുൻപ് കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീടിനടുത്താണ് പടമല പള്ളി. കടുവയുടെ കാൽപ്പാടുകൾ വ്യക്തമല്ലെന്നും കൂടുതൽ പരിശോധന നടത്തുമെന്നും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രാകേഷ് പ്രതികരിച്ചു. ഭയങ്കര അമർന്ന ഒരച്ച കേട്ടത് ഇന്നലെ. അത് ആട്ടിൻകൂട്ടിൽ ഞാൻ നിൽക്കുമ്പോഴാണ് കേട്ടത്. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി വന്ന് നോക്കി, എന്നിട്ടൊന്നും കണ്ടില്ല. കരിയിൽ അനങ്ങുന്ന ഒച്ച കേട്ടിട്ടുണ്ടായി. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. ഭയങ്കര ഭീതി നിറഞ്ഞ ഒരു അനുഭവം. അത് കാരണം കൊണ്ട് വിറകിന് പോലും പറമ്പിലേക്ക് കയറി പോകാറില്ല. അപ്പോൾ അവർ കണ്ടു എന്ന് പറയുന്നു 3 പേര്. അപ്പോൾ നോക്കാം, ഞങ്ങൾ കൂടി സെർച്ച് ചെയ്യട്ടെ. പോയി ഇവിടെ ഈ കാടിനോട് ചേർന്നുള്ള ഭാഗമാണ്. ഇവിടെ കടുവയുടെ ഒരു പ്രസൻസ് 54 ഭാഗത്തുണ്ട്. അതങ്ങനെ പ്രശ്നമുള്ള ഇതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞങ്ങളൊന്ന് സെർച്ച് ചെയ്യട്ടെ, എന്താണെന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. നമുക്കിവിടെ ഒണ്ടയങ്ങാടി ഉണ്ട്. ഒണ്ടയങ്ങാടി ഫോറസ്റ്റ് ആണ്. പിന്നെ ഈ വൈൽഡ് ലൈഫിൻ്റെ ഏരിയ വരുന്നുണ്ട്. കാട്ടിക്കുളം ഭാഗം വരുന്നുണ്ട്. ഞങ്ങൾ ഇന്നോട് 2 ടീം പെട്രോളിംഗ് കൂടെ എന്തായാലും ഉണ്ടാവും. രാത്രി പെട്രോളിംഗ്, ഫുൾ ടൈം പെട്രോളിംഗ് ഉണ്ടാവും. വെപ്പൺസ് ഇറക്കം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഉടനെ അറിയിക്കാൻ ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ടൈം ഞങ്ങൾ ഉണ്ടാവും, അവിടെ പെട്രോളിംഗ് ഉണ്ടാവും. പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. ചെതലയം റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പ്രതിഷേധം. ജനപ്രതിനിധികൾ അടക്കമുള്ളവരാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. അരുൺ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഒരു സ്ഥലത്തു മാത്രമല്ല, വയനാട് പല ഇടങ്ങളിൽ ഈ വന്യജീവി ശല്യം പരിഹരിക്കുന്നതിൽ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാരോപിച്ച് ജനം തെരുവിലിറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ നടപടികളിലേക്ക് പോകും? വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാണ് ഈ മേഖലകളിൽ? വിജയകുമാർ, വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാവുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ കടുവയുടെയും ആനയുടെയും സാന്നിധ്യം പല ഇടങ്ങളിലും കണ്ടെത്തിയിരുന്നു. നാട്ടുകാർ ഒന്നാകെ ഭീതിയിലാണ്. നമുക്ക് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത പടമലയിൽ, അതായത് ചാലിഗദ്ദയിലെ പടമല മാനന്തവാടിയിലെ കുറുക്കൻമൂല ഡിവിഷനാണ്. ആ ഭാഗത്തെ പടമല പള്ളിക്ക് സമീപമാണ് ഇന്ന് രാവിലെ 6:45 കടുവയെ കണ്ടെത്തിയത്. വെണ്ണമറ്റത്തിൽ ലിസി എന്ന തൊട്ടടുത്തുള്ള ഒരു വീട്ടമ്മ പള്ളിയിലേക്ക് പോകുന്നതിനിടെ പുറകിൽ എന്തോ ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ കടുവയായിരുന്നു. അലറി വിളിച്ചപ്പോഴേക്കും ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും ഇത് കാട്ടിലേക്ക് മറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ പുൽപ്പള്ളിയിലും ദിവസങ്ങളായി ഭീതി പടർത്തുന്ന കടുവയെ പിടികൂടിയില്ലെന്നാരോപിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നാട്ടുകാർ തടഞ്ഞുവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പടമല പള്ളിക്ക് മുന്നിലും ഇന്ന് നാട്ടുകാരുടെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രദേശങ്ങളിലൊക്കെ, അതായത് കടുവാ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ കൃത്യമായ പരിശോധന നടത്തുമെന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ സുരക്ഷയ്ക്കായി കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. വെപ്പൺസ് പോലുള്ള ആയുധങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും കടുവ ഈ പടമലയിൽ കണ്ടെത്തിയത് കടുവയാണെന്ന കാര്യത്തിൽ വനം വകുപ്പ് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഈ പള്ളിയിലെ CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയ ആ ദൃശ്യം മാത്രമാണ് ആകെയുള്ളത്. കാൽപ്പാടുകൾ മണ്ണിൽ ആഴത്തിൽ പതിയാത്തതുകൊണ്ട് അതിൽ നിന്നും ഒരു വ്യക്തത വനം വകുപ്പിനെ ലഭിച്ചിട്ടില്ല. പരിശോധന കർശനമാക്കും എന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ കടുവയുടെയും ആനയുടെയും സാന്നിധ്യം ഈ വയനാട് ജില്ലയുടെ ജനവാസ മേഖലകളിൽ ഉണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളാകെ ഭീതിയിലാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലാണ് ഈ വന്യമൃഗങ്ങൾ വലിയ തോതിൽ ഇറങ്ങുന്നത്. ഈ കർണാടക ബോർഡറോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ്. ഈ കർണാടക വനം വകുപ്പ് ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു ജാഗ്രത പാലിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും വയനാട്ടുകാർ ആരോപിക്കുന്ന പ്രശ്നം. അതിന് കേരള വനം വകുപ്പിന്റെ കീഴിലും ഒരു വീഴ്ച ഉണ്ടാവുന്നു എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും വനം വകുപ്പ് ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെടുമെന്ന് വനം മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. ഈ കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച മേഖലകളിൽ കൃത്യമായ പരിശോധന നടത്തുമെന്നും അങ്ങനെ കടുവ സാന്നിധ്യം ഉണ്ടെങ്കിൽ, കടുവയെ കണ്ടെത്തുകയാണെങ്കിൽ അതിനെ പിടികൂടുമെന്നും. ശരി അരുൺ, എന്തായാലും വയനാട്ടിൽ ഒരു സ്ഥലത്തല്ല പലയിടങ്ങളിൽ ജനങ്ങളുടെ പ്രതിഷേധമുണ്ട്. വന്യമൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങുന്നു, അതിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന വിമർശനം ശക്തമാണ്. പ്രതിഷേധം തുടരുകയാണ്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ.